വീക്കിലി ടാസ്കിന്റെ ഫൈനൽ പോർഷൻ ആരംഭിക്കുകയാണ്. ബസർ മുഴങ്ങിയിട്ടുണ്ട്, അവരകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നാൽ ജോലിക്കാരകത്തേക്ക് കയറുന്നതിന് മുൻപ് കമ്പനി ഉടമയായ നൂറയുമായിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ സ്ട്രൈക്ക് നടന്നു, വലിയ പ്രശ്നത്തിൽ അത് കലാശിച്ചു. എന്നാൽ ഇന്ന് പരസ്പരം ഒരു ഒത്തുതീർപ്പിലും ധാരണയിലും പോകുവാൻ വേണ്ടി നൂറ എംപ്ലോയീസിനെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ യൂണിയൻ നേതാവായ അക്ബർ കുറേയേറെ കണ്ടീഷനുകൾ മാഡത്തിന്റെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. അതായത് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല, അത് ആദ്യം മാഡം മനസ്സിലാക്കണം. അത് അവരുടെ അവകാശമാണ്. അവർ ജോലി ചെയ്യുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന കൂലിയാണ്. അല്ലാതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കൈനീട്ടുന്നവരല്ല. അത് മാഡം അംഗീകരിച്ചു. അതെ, കൃത്യമായിട്ടുള്ള ശമ്പളം തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ശമ്പളം എനിക്ക് മാഡം തന്നിട്ടില്ല. ഇന്ന് ശമ്പളം തരുമ്പോൾ ആദ്യത്തെ ദിവസത്തെ പെൻഡിംഗ് ഉള്ള ശമ്പളം കൂടി കൂട്ടി എനിക്ക് തരണം. ഇല്ല എങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ നൂറ മാഡം പറയുകയാണ്, അത് ശരിയാണ്, നിങ്ങൾ ആദ്യത്തെ ദിവസം ജോലി ചെയ്തിരുന്നു, പക്ഷേ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ശമ്പളം തന്നിട്ടില്ല. ഇന്ന് അതുകൂടി കൂട്ടി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അടുത്ത കണ്ടീഷൻ, ജോലി ചെയ്യുമ്പോൾ അത് തടസ്സപ്പെടുത്തരുത്. അതാരാണ് ജോലി ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്താൻ വരുന്നത്? നിങ്ങൾ ജോലി ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല മാഡം, മാഡത്തിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഒരാളുണ്ട്, അയാൾ ഇടയ്ക്ക് വന്ന് ആവശ്യമില്ലാതെ സംസാരിച്ച് ജോലി തടസ്സപ്പെടുത്താറുണ്ട്. ഓക്കെ, ഇന്ന് അങ്ങനെ ഉണ്ടാവില്ല, ഞാനത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അടുത്ത കണ്ടീഷൻ, തൊഴിലാളികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ കീഴിൽ നിൽക്കുന്ന തൊഴിലാളികൾ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ളത് മാഡമല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത് എൻ്റെ അധികാരമായതുകൊണ്ട് എനിക്കത് വിട്ടു തന്നേ പറ്റുള്ളൂ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ജോലി തുടരില്ല. ഓക്കെ, 100% അത് നിങ്ങളുടെ റൈറ്റാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് തൊഴിൽക്കാരെ തൊഴിലിന് കൊണ്ടുവരുന്നതും അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നതും. അതുകൊണ്ട് നിങ്ങളുടെ ആ വിഷയത്തിൽ ഞാൻ കൈകടത്താൻ വരില്ല. യൂണിയൻ നേതാവ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തിരിച്ചൊരെതിരഭിപ്രായവും പറയാതെ കമ്പനി ഉടമ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ നേതാവ് വീണ്ടും അടുത്ത പ്രസ്താവന ഇറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ സ്ട്രൈക്ക് അത് 100% വിജയമായിരുന്നു. ഉടനെ നൂറ വീണ്ടും, അതെ അതെ, നിങ്ങളുടെ സ്ട്രൈക്ക് ന്യായമായിട്ടുള്ളതായിരുന്നു, അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്, എല്ലാവരും കൂടി കൈയടിച്ച് പാസ്സാക്കി. ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് അവരുടെ കണ്ടീഷനുകളെല്ലാം അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം 1.5 മണിക്കൂറിനുള്ളിൽ ഒറ്റ മിഷ്യൻ വെച്ചുകൊണ്ട് 25 ചെരുപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള ആ ബാലികേറാമല അത് ഇന്ന് പൂർത്തിയാക്കിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെയും മെനങ്ങാത്തെയും നൂറയുടെ വാദങ്ങൾ മുഴുവനും തെറ്റായിരുന്നുവെന്ന് നൂറ തന്നെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് യൂണിയൻ നേതാവിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. സമ്മർദ്ദ തന്ത്രത്തിൽ നൂറ വീണിരിക്കുന്നു. അടുത്തതായിട്ട് വീണ്ടും യൂണിയൻ നേതാവ് അടുത്ത കണ്ടീഷൻ പറയുകയാണ്. മാഡം അറിയാതെ മാഡത്തെക്കുറിച്ച് ഞങ്ങളോട് വന്ന് പറയുകയും ഞങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ കേട്ടിട്ട് അത് വന്ന് മാഡത്തോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഇടയ്ക്കുള്ളൊരു ശകുനിയുണ്ട്. ആ ആളിനെ ഇവിടെ ഒന്ന് ഒഴിവാക്കണം. അയാളെ ദയവ് ചെയ്ത് ഞങ്ങളുടെ അരികിലേക്ക് അയക്കരുത്. അതാരാണ് അങ്ങനെ ഒരാള്? അത് മാഡത്തിന് തന്നെ അറിയാലോ. ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ, അത് മാഡത്തിന്റെ അസിസ്റ്റന്റ് ആണ്. ഉടനെ ജിഷിൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അക്ബർ പറയുകയാണ്, ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വിസിറ്റുകൾ നടത്തുക, ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇതിന്റെ ക്വാളിറ്റി ശരിയായില്ല, ഇതിന്റെ ഷേപ്പ് ശരിയായില്ല, ഇത് പറഞ്ഞിട്ട് തൊഴിലാളികളെ നിരന്തരം ഡിസ്കറേജ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ല, ഇയാളെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം നോക്കിക്കോളാം. ഇത് പറഞ്ഞിട്ട് ജിഷിനെ കുറച്ച് ഫയറിങ് നടത്തുകയാണ്. മുതലാളി മാഡം, ഈ സമയത്ത് മസ്താനി പറയുന്നുണ്ട്, ഇയാൾ എന്നെ ഇന്നലെ എടിയെന്ന് വിളിച്ചിരുന്നു. ആഹാ, നിങ്ങൾ എടിയെന്ന് വിളിച്ചോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അയാളോട് സോറി പറയണം. അങ്ങനെ അസിസ്റ്റന്റിനെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നുണ്ട്. മാക്സിമം മുതലാളി കമ്പനി പൂട്ടിപ്പോകാതിരിക്കുവാനും ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാനും വേണ്ടി എന്ത് നീക്കുപോക്കുകൾക്കും തയ്യാറാണ് എന്ന കണ്ടീഷനിലാണ് ഇന്നത്തെ പണി ആരംഭിക്കുന്നത്. എല്ലാ കണ്ടീഷനുകളും പറഞ്ഞു കഴിഞ്ഞ് പിരിയുവാൻ തുടങ്ങുമ്പോൾ അവസാനം വീണ്ടും അക്ബർ ഒന്നുകൂടി പറയുകയാണ്, അതെ, തൊഴിലാളികളുടെ മേൽ പൂർണ്ണ അവകാശം എനിക്കുള്ളതാണ്. ഏത് തൊഴിലാളികൾ എന്തു പണി ചെയ്യണമെന്ന് ഞാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. ഇതിനിടയ്ക്ക് മാഡം കയറി അലങ്കോലം ഉണ്ടാക്കരുത്. അതുകൂടാതെ ഒരു തൊഴിലാളിയെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചാൽ ആ തൊഴിലാളി അത് ചെയ്യാതെ അവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറി ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുമില്ല. ഓക്കെ, എല്ലാ കണ്ടീഷനും അംഗീകരിച്ചു. അങ്ങനെ ഇപ്പോൾ ജോലി തുടങ്ങിയിരിക്കുകയാണ്. 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ ടൈം. ഈ ടൈമിനുള്ളിൽ എന്താണ് സംഭവിക്കുക? ഈ ടൈമിനുള്ളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ മീറ്റിംഗ് ഇവിടെ കൂടുന്നതിന് മുൻപ് തന്നെ മസ്താനിയും അക്ബറും ഒനിലും അഭിലാഷും കൂടി ഒരു കോർണർ മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ മീറ്റിംഗിൽ വെച്ച് അവർ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, പണി ചെയ്യണം. ആ പണി കാണുമ്പോൾ ആത്മാർത്ഥമായി പണി ചെയ്യുന്നത് പോലെ തന്നെ മാഡത്തിന് തോന്നണം. എന്നാൽ അതിനകത്ത് നമ്മൾ ഉഴപ്പണം. അതായത് ഈ വെളുത്ത സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് മുറിക്കാൻ വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ അതങ്ങ് മാറ്റിയിട്ടേക്കണം. കറുത്ത സ്ട്രാപ്പ് ഇച്ചിരി കട്ടിയുള്ളതാണ്, അത് മുറിക്കണം. അപ്പോൾ കുറേയേറെ സമയം പോയിക്കോളും. 1.5 മണിക്കൂറിനുള്ളിൽ 25 ചപ്പലാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമ്മൾ 15 എണ്ണമേ ഉണ്ടാക്കൂ.
ഇങ്ങനൊരു തീരുമാനത്തിലാണ് ഇവരകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നൂറ ചപ്പൽസിന്റെ വെടി തീരാനുള്ള സാധ്യതയുണ്ട്. ഇമ്മ്യൂണിറ്റി പവറും നോമിനേഷൻ പവറും ബിഗ് ബോസ് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. എല്ലാം കണ്ടറിയാം.